എന്നോട് പലരും ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരാരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആദ്യം പറയുന്ന പേര് ഭരത് ഗോപിയുടെ പേരാണ്. ഭരത് ഗോപി സാറിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു രീതി എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് രൂപത്തിലൊരു മാറ്റവും വലുതായിട്ട് വരുത്താതെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പെർഫോമൻസിലും ഉണ്ടായത്. അതായത് ആളുടെ രൂപം ഒരുപോലെ തന്നെ ഇരിക്കും, പക്ഷെ പെർഫോമൻസ് കൊണ്ട് ഓരോ കഥാപാത്രവും വേറെ വേറെ ആൾക്കാരാണെന്ന് നമുക്ക് തോന്നും. കൊടിയേറ്റത്തിലെ കഥാപാത്രം കാണുമ്പോൾ ആ ആളെ നമ്മൾ ഒരു നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള ഒരാള്. ചോറൊന്നും ആയില്ലയോ? ശങ്കരൻകുട്ടി പേടിക്കണ്ട, കറിക്കരിയുന്ന വൈകുന്നേരത്തേക്കാ. എന്താ വിശപ്പായോ? വിശപ്പായോന്ന് ചോദിച്ചാ, അക്കരെ എന്ന് പറയുന്ന സിനിമയിൽ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോവുക, തുന്നൽ പഠിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്ന ഒരാൾ. അതേസമയം ഓർമ്മയ്ക്കായിലെ ഊമയായിട്ടുള്ള ശില്പി അത് വേറെ ആളാണ്. രചന എന്ന് പറഞ്ഞ സിനിമയിലെ എഴുത്തുകാരൻ അത് വേറെ ക്യാരക്ടറാണ്. ചലനം കാത്തുകിടക്കുന്ന ഒരു ജലവിധാനം പോലെയാണ് ഞാൻ ചുറ്റുപാടുകളെ കാണാൻ. പ്രകൃതി തരുന്ന ഒരു മഴത്തുള്ളി മതി ഓളങ്ങൾ ഉണ്ടാക്കാൻ. സന്ധ്യ മയങ്ങുന്ന നേരത്തിലെ എക്സെൻട്രിക് ആയിട്ടുള്ള ന്യായാധിപൻ അത് വേറൊരു തരം പെർഫോമൻസ് ആണ്. പക്ഷേ ഈ 9 പേരെ തൂക്കാൻ വിധിച്ചതും പോരാണ്ട് ഇറങ്ങിപ്പോരാൻ നേരത്ത് 10ാമതൊരാളെ കൂടി കഴുമരത്തിലേക്ക് പറഞ്ഞു വിടേണ്ടി വരിക എന്ന് പറയുന്ന ഗതികേടുണ്ടല്ലോ, മനസ്സിന്റെ എല്ലാ സമനിലയും തെറ്റിക്കുന്ന ഏർപ്പാടാണ്. പഞ്ചവടിപ്പാലത്തിലെ ദുശാസനക്കുറിപ്പ് അത് ടോട്ടലി വേറൊരാളാണ്. ഒരു സന്തോഷ വാർത്ത എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുണ്ട്. ഈ നാട് നന്നാക്കുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു നടനാണ്. എല്ലാത്തിലും ഈ കഷണ്ടിയും ഒക്കെ ആയിട്ട് തന്നെയാണ്. ഇവിടെ പറയും മുംബൈയിലെ ഡോക്ടർ, മാമാട്ടിക്കുട്ടിയമ്മയുടെ അച്ഛൻ. ഓരോ സിനിമയിലും പുന്നാരം ചൊല്ലിയിലെ നായര്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇതേ കഷണ്ടിയും ഇതേ രൂപവും വെച്ചിട്ട്. യവനികയിലെ അയ്യപ്പൻ, എത്ര ക്യാരക്ടേഴ്സ്. മർമരത്തിലെ വിപ്ലവകാരി, മുന്നോട്ട് പോഴത്തെ പറയും. ഇതിലെ നിനക്ക് ഈ ഭൂമുഖത്ത് ചുരുണ്ട് കിടക്കാൻ ഒരു സ്ഥലമില്ല. ഈ പെണ്ണുമ്പിള്ള കൈവിട്ട നിന്റെ ശവമാണോ? സാറിന് ചിലപ്പോ അറിഞ്ഞുകൂടായിരിക്കും. എന്നെ വഴിയിലിറക്കി വിട്ടേച്ചാ സാറിനെ അവരെടുത്തത്. അടുത്ത ഹാഫ് ഡേക്ക് ഒരു 19 രൂപയായിട്ട് ഇങ്ങ് പോരെ. നമുക്ക് ഒറ്റപ്പാലത്ത് പോയൊന്ന് വില. ഡിവൈഎസ്പി അല്ലേ? ആ, ഞാനാ മാമച്ചൻ. എന്തിനാ ഏമാനെ വെറുതെ? കരിമ്പിന് നല്ല വളം ചോരയാന്നാ മൂപ്പിലാന്മാര് പറഞ്ഞേ. അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമെന്ന് കേൾക്കുമ്പോ മകളുടെ മനസ്സലിയാതിരിക്കില്ല. ഒരുപാട് കഥാപാത്രങ്ങൾ. ഒരു കാലഘട്ടം മലയാള സിനിമ പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിന് പഴയ കാലഘട്ടത്തിനും ഇടയിലുള്ള ഒരു മധ്യവർത്തി സിനിമകൾ എന്നുള്ള പേരിൽ വന്ന സിനിമകൾ. മധ്യവർത്തി സിനിമകൾ ഇതെല്ലാം കലാമൂല്യമുള്ളവയും കമേഴ്ഷ്യലി സക്സസ് ആവുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉച്ചപ്പടങ്ങളായിട്ട് വന്നു പോയിരുന്ന സ്ഥാനത്ത് ആ സിനിമകളൊക്കെ വലിയ വിജയമാവുക എന്ന് പറയുന്നത്. ഇപ്പൊ കള്ളൻ പവിത്രനിലെ മാമച്ചൻ, സാധാരണ നെല്ലൂത്ത് ബില്ലാണോ അതോ വലിയ കാട്ടൺ ബില്ലാണോ? അതിപ്പോ അങ്ങനെ കാണിച്ചു തരും. അന്ന് ചുമ്മാ ഐഡിയ എന്റെ പഠിക്കണേ. കണ്ട കള്ളനും ചെമ്മാനും പാക്കറ്റടിക്കാനും ഒക്കെ അവന്റെ അടുത്ത് കളിക്കാൻ ചെന്നാലുണ്ടല്ലോ, ബെടലത്ത് അകത്ത് പോകും. അരി പൊടിയുന്നതിനൂടെ പൊടിഞ്ഞ് പുറത്തു വരുമ്പോഴായിരിക്കും ബെവരം അറിയുന്നേ. അങ്ങനെ എത്രയോ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങൾ, ചെയ്ത കഥാപാത്രങ്ങളൊക്കെ എല്ലാത്തിൻ്റെയും ക്യാരക്ടേഴ്സ്. ഞാൻ പറഞ്ഞ ഒരു 10, 30, 40 വർഷത്തിന് ശേഷം നമ്മളിപ്പോഴും ഓരോ കഥാപാത്രത്തിൻ്റെ പേരും ഓർത്തിരിക്കുകയാണ്, ഓരോ കഥാപാത്രത്തിൻ്റെ രൂപവും ഓർത്തിരിക്കുകയാണ്. കാറ്റത്തെ കിളിക്കൂടിലെ ഷേക്സ്പിയർ കൃഷ്ണപിള്ള. Caesar turns to catch his assailant. When Cassius, Cinna,
ഡിഷ്യസ്, മെഥലസ്, ടബോണിയസ്, ലിഗേറിയസ്, all one. എന്ത് രസമായിട്ടാണ് റൊമാൻസ് ഒക്കെ, എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്നും കൊതിപ്പിച്ചിട്ടുള്ളൊരു ആക്ടറാണ് ഭരത് ഗോപി. അപ്പം ഗോപിയേട്ടനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് പരസ്പരം കാണാതെയാണ് അത് ആരംഭിക്കുന്നത്. എൻ്റെ ഒറ്റപ്പാലത്തെ വീടിൻ്റെ തൊട്ടടുത്ത് വിമൽ വില്ല എന്ന് പറയുന്ന അവരുടെ വാടക വീട്ടിലായിരുന്നു ഞങ്ങൾ ആദ്യം. പിന്നീട് ആ വീട് ഞങ്ങൾ മേടിച്ചതാണ്. അവർക്ക് ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട്, ഞാൻ 5-ലോ 6-ലോ 7-ലോ മറ്റോ പഠിക്കുന്ന കാലത്ത് ഒരു ഒറ്റപ്പാലത്തൊരു സിനിമ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്. ആ ഷൂട്ടിങ്ങിന് ഡ്യൂപ്ലിക്കേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പണ്ട് ടൈപ്പ് ചെയ്തിട്ട് അത് ഇതിൽ വെച്ച് കാർബൺ വെച്ചിട്ട് ഇങ്ങനെ കറക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കോപ്പി വരും. അതിന് ഡ്യൂപ്ലിക്കേറ്റർ എന്നാണ് അങ്ങനെ എന്താണ് പറയുന്നത്. ആക്ച്വലി കോപ്പിയറാണ്, നമ്മുടെ സിറോക്സിൻ്റെ പ്രാചീന രൂപമാണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് സിനിമയിലേക്ക് അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ വേണ്ടി വരുമ്പോഴാണ് നമ്മൾ ആദ്യം ആ ഒരു സിനിമയെക്കുറിച്ച് കേൾക്കുന്നത്. ഒറ്റപ്പാലത്തെ ഒരു സിനിമ ഷൂട്ടിങ്ങിന്. ആ സിനിമയുടെ പേര് ഞാറ്റടി എന്നായിരുന്നു. ഞാറ്റടി എന്ന് പറഞ്ഞ സിനിമ പുതിയൊരു ആളാണ് ഡയറക്ടർ, നാടകക്കാരനാണ് ഡയറക്ടർ. ഒരു നാടകക്കാരൻ തന്നെയാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. അതിൽ മറ്റേ ഒറ്റപ്പാലത്ത് ഗിരിജ എന്ന് പറയുന്നൊരു ഡാൻസർ, കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുള്ള ഒരു ഡാൻസറാണ് നായികയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ആ സിനിമയുമായിട്ട് എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരി സുജ ആ സിനിമയിൽ ഒരു ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കാലത്ത് അത് ഒരു വലിയ വാർത്ത ഒറ്റപ്പാലത്ത് ഉണ്ടാക്കിയ ഒരു സിനിമ ഷൂട്ടിങ്ങാണ്. പക്ഷെ പിന്നീട് ആ സിനിമ റിലീസ് ചെയ്തതായിട്ടോ തിയേറ്ററിൽ വന്നതായിട്ടോ അല്ലെങ്കിൽ അവാർഡുകൾക്ക് പോയതായിട്ടോ ഒന്നും കേട്ടില്ല. ആ സിനിമ അങ്ങനെ ഇല്ലാണ്ടായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് അന്നത്തെ ആ ഞാറ്റടി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ഗോപി ചേട്ടനാണ്. അന്ന് ഭരത് ഗോപി എന്നല്ല, പുള്ളി അഭിനയിക്കാൻ തുടങ്ങിയിട്ടില്ല. അത് ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യകാലത്ത് പുള്ളി ഡയറക്റ്റ് ചെയ്യാൻ ചെയ്ത സിനിമയായിരുന്നു. അതിൽ നായകൻ മുരളിയേട്ടനായിരുന്നു അതിൽ നായകൻ. മുരളിയേട്ടൻ പിന്നീടാണ് പഞ്ചാഗ്നിയിലൊക്കെ അഭിനയിച്ചിട്ട് സിനിമയിൽ പോപ്പുലർ ആവുന്നതും സജീവമാവുന്നതും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു അത്. ഈ ഗിരിജ എന്ന് പറഞ്ഞ അതിൽ നായികയായിട്ട് അഭിനയിച്ച ഡാൻസർ, ആ സിനിമയുടെ ക്യാമറാമാൻ വിപിൻ മോഹൻ ചേട്ടനായിരുന്നു. വിപിൻ മോഹൻ ചേട്ടനാണ് പിന്നീട് എൻ്റെ മറവത്തൂർ കനവിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തത്. ആ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ വിപിൻ മോഹൻ ചേട്ടനായിരുന്നു. വിപിൻ മോഹൻ ചേട്ടൻ അതിലത്തെ നായികയായ ഗിരിജ ചേച്ചീനെ കല്യാണം കഴിച്ചു. അപ്പോൾ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഞാനുമായി ബന്ധപ്പെട്ട ആൾക്കാരായി മാറി. ഭരത് ഗോപിയേട്ടനെ മാത്രം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ രണ്ടാം ഭാവം എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തതിനു ശേഷം അപ്പോഴേക്കും ഗോപിയേശൻ പക്ഷാഘാതം വന്ന സിനിമയിൽ നിന്നൊക്കെ മാറിപ്പോയി. അപ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുന്ന സിനിമ അതിൻ്റെ പ്രൊമോഷൻ പരിപാടികളുമായിട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ് അന്ന് ഹിന്ദുവിൽ കറസ്പോണ്ടൻ്റ് ആയിരുന്ന മുരളി ഗോപി എന്നെ കാണാൻ വരുന്നത്. മുരളി ഗോപി രണ്ടാം ഭാവത്തെക്കുറിച്ച് ഒരു ഹിന്ദുവിൽ ഒരു ലേഖനം എഴുതാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോഴാണ് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഭരത് ഗോപി സാറിൻ്റെ മകനാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിലൊരു നല്ല സൗഹൃദം ഉണ്ടാവുകയും ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു. അനന്തപത്മനാഭൻ എൻ്റെ സുഹൃത്തായിരുന്നു. ആ കാലത്ത് നല്ല അടുപ്പുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ആളുകളിൽ ഒരാളാണ് പപ്പൻ. അങ്ങനെ പപ്പനും മുരളിയും ക്ലോസ് ഫ്രണ്ട്സാണ്, അവരൊരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് അവിടെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴൊക്കെ കണ്ടുമുട്ടും. അങ്ങനെ ആ സമയത്ത് മുരളി ഗോപി എന്നോട് പറയുന്ന കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കഥയാണ് രസികൻ എന്ന് പറയുന്ന സിനിമയായിട്ട് ഞങ്ങൾ പിന്നീട് ചെയ്യുന്നത്. അപ്പോൾ മുരളി ഗോപി വീട്ടിൽ പോയിട്ട് എന്നെക്കുറിച്ചും ഞാനുമായിട്ടുള്ള സിനിമയെക്കുറിച്ചുമൊക്കെ അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നിട്ടുണ്ടായിരിക്കണം. അച്ഛനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ എന്നോടും പറയും. അപ്പോൾ ഞങ്ങൾക്ക് തമ്മിലൊരു പരസ്പരം കണ്ടില്ലെങ്കിലും ഒരു ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഒരു തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഞാൻ മദ്രാസിലേക്ക് എവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് ഗോപിയേട്ടനെ ഞാൻ നേരിട്ട് പിന്നെ കാണുന്നത്. അദ്ദേഹം എവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിട്ട് അവിടെ എയർപോർട്ടിൽ ഇരിക്കുന്നുണ്ട്. അന്ന് എന്നെ കണ്ടപ്പോൾ ഒരു അപരിചിതത്വവും ഇല്ലാതെ നമ്മൾ ആലോചിക്കുന്ന പുതിയ സിനിമയെക്കുറിച്ചും അതിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം
അത് ആക്ച്വലി രസികനായിരുന്നില്ല, ഞങ്ങൾ ചേകവൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ആ ചേകവൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം വായിച്ചതിനെ കുറിച്ച് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇവനെ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്, കറക്റ്റ് ലക്ഷണമൊത്തൊരു സ്ക്രിപ്റ്റാണ് അത്, ഒരു പ്രൊഫഷണൽ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതുന്ന പോലെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു. പക്ഷെ പിന്നീട് ആ സിനിമ പൂജയുടെ അന്ന് അത് മുടങ്ങിപ്പോയി. അതിൻ്റെ നിർമ്മാതാവും വിതരണക്കാരൻ സ്വർഗേത്ര അപ്പച്ചനായിരുന്നു. മീശമാധവന് ശേഷം ചെയ്യായിരുന്ന സിനിമയായിരുന്നു. അപ്പം സ്വർഗേത്ര അപ്പച്ചൻ അതിന് ലാസ്റ്റ് മിനിറ്റിൽ വിഡ്രോ ചെയ്തിട്ട് ആ സിനിമ മുടങ്ങിപ്പോയി. അപ്പം അത് രണ്ടാം തവണ മീശമാധവനിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. അത് കഴിഞ്ഞിട്ട് ഉടനെ ഈ സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ ആളുകളെ, 2 പുതിയ നടന്മാരെ വെച്ച് ചെയ്യാതിരുന്നതാണ്. അതിൽ ഒരു നടൻ മുരളി ഗോപിയായിരുന്നു. മുരളി ഗോപിനായിരുന്നു അതിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്യാൻ വിചാരിച്ചത്. ഒരു ചെറുപ്പക്കാരനെ നമ്മൾ ഫിക്സ് ചെയ്തിരുന്നു. പടത്തിൻ്റെ പൂജയുടെ അന്ന് ആ സിനിമ ക്യാൻസലായി. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് പിൽക്കാലത്ത് രസികൻ എന്ന് പറയുന്ന സിനിമ വരുന്നത്, രസികനിൽ ഈ ചേകവനിലെ ഒരു ശൈലേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മാത്രം എടുത്തിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ശിവൻകുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറാക്കിയതാണ് രസികൻ എന്ന് പറഞ്ഞ സിനിമയായത്. അപ്പം ഈ കാലത്ത് എപ്പോഴും ലോഹിയേട്ടൻ്റെ പുതിയ സിനിമ നിവേദ്യം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് പാലക്കാട് അടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതൊരു സിനിമയുടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ട് ആ പരിസരത്ത് കറങ്ങുമ്പോൾ ലോഹിയേട്ടൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ലോഹിയേട്ടൻ്റെ അസോസിയേറ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടായിരുന്നുകൊണ്ട് ഞാനൊന്ന് അദ്ദേഹത്തിനെ കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം ഗോപിയേട്ടനെ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് വർക്കില്ല, അദ്ദേഹം മാറി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കുറേ നേരം സംസാരിച്ച് നമ്മുടെ പടത്തിനെ കുറിച്ചും ചെയ്യാം, ഈ രസികൻ എന്നുള്ള പടം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അന്ന് കുറേ നേരം നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ ഞങ്ങൾ തമ്മിൽ ആകെ 2 തവണയെ നേരിട്ട് കണ്ടിട്ടുള്ളൂ എന്നുള്ളതൊന്നും നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ തോന്നുകയില്ലേ. കാരണം ഈ മുരളി പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ കഥകളെല്ലാം അദ്ദേഹമായിട്ട് മുരളി ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നിരിക്കണം. ഇപ്പം എന്നെ മകൻ്റെ കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ വളരെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് എന്നോട് അന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടാകുന്നത്. അദ്ദേഹം ഒരു സിനിമ, മുരളിയുടെ സ്ക്രിപ്റ്റിലൊരു സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു, ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം ഉത്സവ പിറ്റേന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടാകുന്നത്. ഗോപിയാശാനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ, ഒരു നടൻ എങ്ങനെയാണ് മേക്കപ്പിൻ്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ രൂപമാറ്റങ്ങളുടെ സഹായമില്ലാതെ, വളരെ ചെറിയ രൂപം, ചിലപ്പോൾ ഒരു വലിയ മീശ വയ്ക്കും, ചിലപ്പോൾ അത് ആടി ഉണ്ടാവും എന്നല്ലാതെ, ഇപ്പോൾ കഷണ്ടി മറയ്ക്കുന്ന ഒരു വിഗ് പോലും വളരെ അപൂർവം സിനിമകളിൽ മാത്രമേ അദ്ദേഹം വെച്ചിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം ചെയ്ത ഓരോ കഥാപാത്രങ്ങളും എന്നും ആളുകളുടെ മനസ്സിലുണ്ടാവും. നമ്മുടെ മനസ്സിൽ ആ കഥാപാത്രങ്ങളുടെയൊക്കെ പേരുകൾ പോലും നമ്മൾ മറക്കാതെ ഓർത്തു വയ്ക്കും. ചന്ദന ചർച്ചിത നീലകളേബര പിതവസന വനമാല